ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മാക്സിയിലുള്ളതായിരുന്നു നോക്കണ്ട. കംഫർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ലുക്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഗെറ്റ് റെഡിനെ ആക്കുന്നത് വേറൊരാളാണ്. മിന്നോസ്. അവളിപ്പോൾ തൽക്കാലം ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ചാടട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വലിയ ബാർ കൊടുത്തില്ല, എപ്പോഴും വരികയാണ് വരട്ടേച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികയാണ്. അപ്പം എന്ന് ഓർമ്മിക്കാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കാൻ ഒരു ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതായത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ മേക്ക് ഓവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിന് മുഖം കാണിക്കാൻ താല്പര്യമുണ്ടോ? മേക്കപ്പ് ആർട്ടിസ്റ്റ് തരാം. അപ്പം ഹെയർ സ്റ്റൈലായിട്ടാണ് ആദ്യം ചെയ്തത്. ഇവിടെ തോന്നിമാരിയാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത്. ബ്രൈഡായാൽ മതി എന്ന് ഇപ്പം ആലോചിച്ചു. കാരണം വീട്ടിൽ ചീത്തയൊക്കെ പറയുന്നുണ്ട് ഞാൻ അടങ്ങിയിരിക്കാത്തതിന്. അതുകൊണ്ട് അവൾ ആദ്യം അവൾ എളുപ്പപ്പണിക്ക് വേഗം എൻ്റെ ഞാൻ തുമ്മ വന്നപ്പോൾ അവൾ ആ തുമ്മൽ പോക്കി അപ്പം ദേഷ്യം പിടിച്ച് അത് നമുക്കൊരു ഇറിറ്റേഷൻ വരില്ലേ. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എത്ര സിമ്പിളാക്കാൻ പറ്റും അത്രയും സിമ്പിളാക്കാൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ബാക്കിലൊരു പ്രത്യേക തരം ബ്രൈഡ്സാണിത്. മനസ്സിലാവുന്നവർ മനസ്സിലാവിക്കും. വേറൊരു സംഭവമാണിത്. ആ ബ്രൈഡ്സ് ഇട്ട് മുമ്പിലും ഫ്രഞ്ച് ബ്രൈഡ് ഇട്ട് കുറച്ച് ഫ്രിഞ്ചസ് തൂക്കിയിട്ട് ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കാൻ പോവുകയാണ്. മേക്കപ്പിലേക്ക് കിടക്കാൻ നമ്മളിങ്ങനെ കാത്തിക്കുക. എൻ്റെ തൊള്ളപ്പൂട്ടൊന്ന് അടക്കിയിട്ട് വേണം നമുക്ക് മേക്കപ്പ് ഇടാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കുന്നത് ഫോട്ടോഷൂട്ടിൽ ലെൻസ് ഇടണമെന്ന്. പക്ഷെ എനിക്ക് ലെൻസ് വാങ്ങാൻ പറ്റിയില്ല. അതായത് ഓൾറെഡി അതായത് മിന്നസിനോട് ചോദിച്ചു ലെൻസ് വേണ്ട ചോദിച്ചു. ഞാൻ ചോദിച്ചോളോട് ചോദിച്ച് ലെൻസ് വേണ്ട ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് ആ ലെൻസ് വേണം, ഞാൻ മേടിച്ചോളാം, എനിക്കിഷ്ടമുള്ള കളർ ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഞാൻ മേടിച്ചോളാം. അവൻ വന്നാൽ ആയിക്കോട്ടെ ഈ മേടിച്ചത്. എന്നിട്ട് ഇന്നലെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരണ്ട് എന്നെ വിളിക്കുന്നത്, അയ്യോ ഇന്നത്തെ ലെൻസ് വാങ്ങിയില്ല, ഞാൻ മറന്ന്, എന്തായാലും വാങ്ങുമോ പ്ലീസ് പറഞ്ഞു. എന്നാൽ ആലോചിച്ചോക്ക്, എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് പോയിട്ട് മേടിക്കണം ആ ഒരു ചെറിയ ലെൻസിന് വേണ്ടിയിട്ട് ഞാൻ പോകണം. അപ്പോൾ പിന്നെ എനിക്കിവിടെ അത് ഞാൻ പറഞ്ഞ ലെൻസിനുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ വെച്ചിട്ട് ഓട് പോയിക്കോളാൻ പറഞ്ഞു. അയ്യോ ഞാൻ തന്നെ മേടിച്ച്. ഞാൻ പാവല്ലേ ഒരു 30 രൂപ എക്സ്ട്രാ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഓട്ടോയ്ക്കൊക്കെ പോയിക്കൊണ്ടു. പക്ഷെ നമുക്ക് താല്പര്യമില്ലോ അല്ലേ, പിന്നെ വേണ്ട സാറേ ഞാൻ തന്നെ പോയി മേടിച്ചു. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെ കാത്തു നിന്ന് ഞാൻ പോയി മേടിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ലെൻസൊക്കെ ഇട്ടുണ്ടോ വേസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയാം, സിമ്പിൾ ബട്ട് പവർഫുൾ കണ്ണൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. പക്ഷെ ആൾക്കാരാണുമ്പോ ഈ പെണ്ണെന്ത് കുട്ടി അങ്ങനെ പറയുന്നത്. തിരുമുടിയിൽ അത്രേ ഉള്ളൂ. ചുരുൾമുടി. നമുക്ക് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എടുക്കുന്ന തീം എന്താണെന്ന് വെച്ചാൽ അതിഥി റാവു ഹൈദറിൻ്റെ വെഡ്ഡിങ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന പയ്യാണ്. മറ്റേ ചന്ദ്രകലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏതാണ്ട് ഇതൊക്കെ എടുത്തിരുന്നത്. അവളെ കയ്യിൻ്റെ പുറത്ത് ചന്ദ്രകലയൊക്കെ ഉണ്ട്. അതിന് വരയ്ക്കാനുള്ള സമയം ഉണ്ടാവുമല്ല. അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ലുക്കാണ് റീക്രിയേറ്റ് ചെയ്തത്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, പക്ഷേ എല്ലാവരും പറയാൻ വന്ന കാര്യം വെച്ചാൽ റീക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ അങ്ങനെ ആ ഒരു തീമൊക്കെ സെലക്ട് ചെയ്ത് അതുപോലെ ഡ്രസ്സൊക്കെ നോക്കി ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതേപോലെ എടുക്കാന്നുള്ളതാണ്. അല്ലാണ്ട് വെഡ്ഡിങ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിഥി റാവുവിനെ പോലെയും അക്ഷയുടെ സിദ്ധാർത്ഥനെ പോലെ ഉണ്ടാവുന്നല്ല അതിനർത്ഥം. കാരണം പലരും ഇപ്പോൾ റീക്രിയേറ്റഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ അതിഥി റാവു ആൻഡ് സിദ്ധാർത്ഥ് ഫ്രം മീഷോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാൻ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു തീം ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സൂഫി സുജാത സിനിമ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരു നായികയാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് മുതൽ ഞാൻ ആളെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം കല്യാണം കഴിച്ച സമയത്ത് ആ ഒരു ഇവർ ട്രഡീഷണൽ ലുക്കിൽ ചെയ്തൊരു ഫോട്ടോസ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റിന് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കല്യാണത്തിനെങ്കിലും എനിക്ക് ആ ഒരു ലുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ സമയത്ത് ആയതിൽ വളരെ സന്തോഷം. മിന്നോസ് അക്ഷമയായി കാത്തിരിക്കുകയാണ് എൻ്റെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സമയം ഉണ്ടാവില്ല. പിന്നെ ഷാൾ വി സ്റ്റാർട്ട്? യെസ്, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് മേക്കപ്പ് ചെയ്തൊന്നും ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമുക്ക് ഷോർട്സ് പോകാനുള്ളതാണ്. അപ്പോൾ ഷോർട്സ് എടുക്കുമ്പോൾ രണ്ടും കൂടി നടക്കില്ല. അപ്പം ചിലപ്പോൾ ഞാൻ മിക്കവാറും മേക്കപ്പിൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കുന്തളിപ്പ് വീഡിയോസ് ക്ലിപ്സൊക്കെ വരാൻ മതിയാവും. അല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ ഷോർട്സാണ് എടുക്കാൻ പോകുന്നത്. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ലെൻസ് ഇട്ട് ഇനി സ്കിൻ പ്രപ്പിലെ
പാമ്പിനെ പോലെ ഉണ്ടോ? മേക്കപ്പ് ഇട്ടുമ്പോൾ എത്രയും തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പം സ്കിൻ പ്രപ്പ്. അപ്പോൾ സ്കിന്നിന് പ്രപ്പ് ചെയ്ത് ഐ മേക്കപ്പ് കഴിഞ്ഞില്ല, ഐ ഷാഡോ മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ ഐബ്രോ ഫില്ലും ചെയ്ത്. ഇനി ഫൗണ്ടേഷനും മാത്രം. എനിക്ക് കാരണം കറക്റ്റ് ചെയ്യാൻ മുഖത്ത് പാടുകളൊന്നുമില്ല. മിസ്സിന് എളുപ്പമായി. അതുകൊണ്ട് ഫൗണ്ടേഷൻ മാത്രം ഇട്ടാൽ മതി. പിന്നെ മീൻസ് ബ്ലഷ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അക്ഷയനെ കാണുമ്പോൾ എനിക്ക് ബ്ലഷ് വരും. അതുകൊണ്ട് ഒരു ബ്ലഷ് വേണ്ട, ബ്ലഷ് കുറച്ച് മതി. കണ്ണങ്ങനെ മേക്കപ്പ് ഇട്ട് തോന്നുകയരുത്. ഇതൊക്കെ സെറ്റാ. ഐ മേക്കപ്പ് ഇനി കണ്ണ് എഴുതണമെങ്കിൽ എഴുതാം. എനിക്ക് പിന്നെ കറക്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം 2 ഭാഗത്താണ് ഇത്തിരിയുള്ളത്. പക്ഷെ അത് ഫൗണ്ടേഷൻ തന്നെ വെച്ച് കവർ ചെയ്യാം. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ണ് ചിലപ്പോൾ എഴുതും. കണ്ണ് എഴുതാനിട്ട് എന്തോ ഒരു മരില്ലേ. ചിലപ്പോൾ കണ്ണ് എഴുതും ഞാൻ. അല്ലെങ്കിൽ കണ്ണ് അങ്ങനെ മതി ഉറക്കം തോന്നിയ മരി ഉണ്ടാവും. നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് ചെയ്യാൻ അപ്പം തന്നെ ഞാൻ വീഡിയോ ഇട്ട് വരില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട് വരില്ല. കാരണം എടുത്ത പാട് ഞാൻ ഭയങ്കര പൊട്ടിയായിട്ട് എനിക്ക് തോന്നും. കാരണം അതിൽ ഓൾറെഡി ഞാൻ ലൈറ്റ് മുഖത്തേക്ക് ഇടുന്നുണ്ട്. ഓക്കെ ഗൈസ്, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഐ മേക്കപ്പ് ഉണ്ട്. നോൺ മേക്കപ്പ് ലുക്ക്. ലിപ്സ്റ്റിക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയ മാതിരി തോന്നും. കാരണം ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സിന്ദൂരം തൊട്ടിട്ട് എനിക്ക് മെയിൻ കഥാനായകൻ ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചു നോക്കിയപ്പം ഞാൻ 6 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഇപ്പോൾ 7 മണി ആവാനായി. ഇതുവരെ എത്തിയില്ല. അപ്പം താലിമാല ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ചേരുകയാണെങ്കിൽ കോസ്റ്റ്യൂമിൽ ചേരുകയാണെങ്കിൽ ആടും. കാരണം വെഡിങ് ആനിവേഴ്സറി അല്ല, അതാണല്ലോ. ഇല്ലെങ്കിൽ തന്നെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അവസാനം ഞാൻ ഇതിൽ ഇതാക്കാം. അപ്പം നേരം ഏകദേശം ഞാൻ കോസ്റ്റ്യൂം മനസ്സിലാവും. കാരണം അതിഥിയുടെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ലഹങ്ക ധാവണി തന്നെയാണ്. അതിൻ്റെ ഞാനൊരു ട്രഡീഷണൽ ലുക്ക് ടിഷ്യൂ. അതിൽ സിദ്ധാർത്ഥ ഇടുന്നത് ഒരു പ്ലെയിൻ കല്യാണച്ചൊക്കെ ഇടുന്ന മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയും ധോത്തിയാണ്. പക്ഷെ അക്ഷയുടെ കുറച്ച് റിച്ചാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക കട്ടിയാൽ ഹെവി ആയിട്ടുള്ളൊരു കുർത്തിയും ധോത്തിയാണ് ഇടുന്നത്. ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. ഇനി ഫോട്ടോസ് അതേപോലെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അക്ഷയുടെ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോകട്ടോ. ഫൈനലി ഹി റീച്ച്ഡ് വിത്ത് മുല്ലപ്പൂ സ്ലൈഡ്. ഇവിടെ നിന്നാണ് ടെമ്പിൾ ഷൂട്ട് ചെയ്യുക. അക്ഷയാണ് ഇഷ്ടമായിട്ടോ. ഒന്നും മിണ്ടൂല, എന്താ വെച്ചിട്ടൊന്നും മിണ്ടൂല. ഇഷ്ടപ്പെട്ടോ അക്ഷയേട്ടാ? ഇഷ്ടായോ? ഒന്നും മിണ്ടൂല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? എന്തായാലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയില്ലേ? പോവല്ലേ, ഇനി പോയാൽ കടലിൽ വീണു. വാ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? നീ പോവല്ലേ, എനിക്ക് അങ്ങോട്ട് നടന്നു തരാൻ കഴിയില്ല. ചോദിക്കട്ടെ അക്ഷയേട്ടാ? ചോദിക്കട്ടെ ഒരു കൊല്ലാവാൻ പോവല്ലേ? അതിനെ പറ്റി എന്തെങ്കിലും? സോഷ്യൽ മീഡിയ അഡിക്റ്റായ ഒരു കുട്ടീനെ, ഇതൊന്നും താല്പര്യമില്ലാത്ത, ക്യാമറയിൽ മേരിക്കൊരു സെൽഫി പോലും എടുക്കാത്ത ഒരാൾ കല്യാണം കഴിച്ചേക്കാനുണ്ടാവും. ചൊറിയുണ്ട് ഇങ്ങനെ. എന്തായാലും സിദ്ധാർത്ഥൻ ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. സിദ്ധാർത്ഥ് കുറച്ച് ഹെവി ആയിപ്പോയി കേട്ടോ. ഭയങ്കര ബ്രൊക്കേഡ് സാധനം. എന്നാലും സാറിൻ്റെ അടിപൊളിയാണ്. ഞാൻ പിന്നെ ഒരു തീം പിടിച്ച് നമ്മളെ ക്യാമറാമാൻ ഇവിടെ എവിടെയോ ഉണ്ട്, എവിടെയാണെന്ന് മനസ്സിലാവുന്ന ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വരിയിരിക്കും. ഞാൻ ആനിവേഴ്സറി ആയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. ഒരു കൊല്ലമായിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു, ഇത്രയും ഒരു കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ മൂപ്പരാളവിടെ തിരിഞ്ഞിക്കുക. അതുകൊണ്ട് തൽക്കാലം ഞാനതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളും ബാക്കി ഫോട്ടോസൊക്കെ നമ്മളതിൽ ഇടുന്നതാണ്. ക്യാമറ വന്നതിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുക. അതാണ് അങ്ങനെയല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴ പൊടിയുന്നില്ല, മഴ പെയ്യുമെന്നൊരു ടെൻഷനുണ്ട്. പെയ്യൂലാന്ന് നമുക്ക് വിശ്വസിക്കാം. പെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും. നമ്മൾ ഷൂട്ടായി കഴിഞ്ഞിട്ട് കുറേ എത്ര മണിക്കൂറായി? 7 മണിക്ക് 7:30 തുടങ്ങി. 7:30 തുടങ്ങി. 8:30-9 മണി ഉണ്ടാവും. 8:30-9 മണി നമുക്ക് ഷൂട്ട് എടുത്തുന്ന ആളാണിത്. ചാനലിൻ്റെ പേര് അഖിൽ വൂഷ് ഫോട്ടോഗ്രാഫി എന്നാണ്. ചാനലല്ല, മീൻസ് ചാനൽ പറഞ്ഞു അങ്ങനെ പോയതാണ്. ഇൻസ്റ്റാഗ്രാം പേജിന് പേര് അഖിൽ വൂഷ് ഫോട്ടോഗ്രാഫി എന്നാണ്. എല്ലാ ഫോട്ടോഗ്രാഫി എടുക്കും. ഹോം ടു ബി, ബ്രൈറ്റ് ടു ബി, പാർട്ടി, റിസപ്ഷന്, പിന്നെ മോഡൽ ഷൂട്ട്, പോർട്ട്ഫോളിയോ, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുക്കും. ഞാൻ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഫോട്ടോസും ലാസ്റ്റ് ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും.
പിന്നെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി എല്ലാവരും ചാനൽ പോയി ഫോളോ ആക്കുക. എന്തെങ്കിലും എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഒരു 2 മിനിറ്റ് നേരം ഞങ്ങൾ നെഞ്ചിടിച്ച് പോയി. ഞങ്ങളിങ്ങനെ പുഴയിൽ നിന്ന് ബീച്ചിൽ നിന്ന് ഇങ്ങനെ നടന്നിരുന്നേക്ക് പെട്ടെന്ന് വെള്ളം കയറിയിട്ട് ഫുള്ള് നനഞ്ഞ്. ഇപ്പോൾ വെള്ളമില്ല, കാണില്ലല്ലോ. നല്ല നനഞ്ഞ മുഖമൊക്കെ ഫുള്ള് നനഞ്ഞ് അടിച്ച് കയറി പോയി, തലയ്ക്ക് മുകളിലായി വെള്ളം. ഞാൻ ഒഴുകി പോയി വിചാരിച്ച്. ചുമ പെട്ടെന്ന് കയറ്റ വേലയൊക്കെ എന്തോന്ന് പറയാം, എനിക്കറിയില്ല. പക്ഷെ ഇതിപ്പോൾ ഇല്ല. ഞങ്ങൾ പുറം നാട്ടുകാരായിട്ടിരിക്കും. ഞങ്ങളങ്ങ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഒറ്റടിച്ചല്ല. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി വൃത്തിക്ക് നടന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എമ്മാര് വെള്ളം കയറില്ല. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ഷൂട്ട് കഴിഞ്ഞ്. ക്യാമറാമാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, മീൻസ് നേരിട്ട് കാണുന്നത്. അപ്പോൾ കുറേ സംസാരിച്ച് സകലകലാ വല്ലഭനാണ് ഗൈസ്. നാഷണൽ ചാമ്പ്യനും അങ്ങനെ എന്തൊക്കെയോ സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെയാണ് എത്രയോ പ്രാവശ്യം. ഇപ്പം എന്നാൽ വുഷുവിൻ്റെ കോച്ചാണ്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ അക്ഷയുടെ ഒരു കമ്പനി ആയല്ലോ, വർത്തമാനം പറയേ തിരിഞ്ഞു പോകും. അത് അലർജി ക്യാമറയിൽ. അപ്പോൾ ഫോട്ടോസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എനിക്ക് അവിടെ നിന്ന് തന്നെ ക്യാമറ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അഥവാ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പേജ് അറിയാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം കയ്യിൽ കയറിയിട്ട് പോസ്റ്റ് കാണാൻ പറ്റും. കാരണം എനിക്ക് എല്ലാ ഫോട്ടോ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. മീൻസ് ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് ചില വാക്കുകൾ കിട്ടില്ല. അല്ലാണ്ട് നിങ്ങളാരും സ്റ്റൈലാക്കി പറയാമെന്ന് വിചാരിക്കരുത്. സോറി. അക്ഷയുടെ അവിടെ നിന്ന് കൊഞ്ഞാനും കുത്തുണ്ട്. ക്യാമറ ഇല്ലാണ്ട് എന്തൊക്കെ പ്രകൃതം കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കും. ക്യാമറ കണ്ടു ഞാൻ പിന്നെ ഇതങ്ങനെ തിരികും. അപ്പോൾ ഇന്നത്തെ അടിപൊളി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ. ഒരാളെപ്പറ്റി പറയാൻ പറഞ്ഞു, മേക്കപ്പ് ഈസ് സോ ഗുഡ്. അപ്പോൾ ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്കിൻ മേക്ക് ഓവർ. എല്ലാവരും ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഇവൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിപൊളിയൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും മേക്കപ്പ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.